സ്വന്തം വിദ്ലാമേഴ്സ്. മക്കളെ, നമ്മുടെ 10th CBSE കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വെയിറ്റേജ് കൂടിയ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ കൂടിയാണ്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബാക്കി 3 ചാപ്റ്ററിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം എൻ്റെ കുട്ടികളോട് പറയട്ടെ. മക്കളെ, 10th ക്ലാസ്സിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് അല്ലേ? 10th സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് ബോർഡ് എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. മക്കളെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾക്കൊരു ബാക്ക് ബോണായി നിൽക്കാൻ വേണ്ടി സൈലത്തിൻ്റെ അസ്ട്രാ ബാച്ചിൽ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് മക്കൾ നമ്മുടെ അസ്ട്രാ ബാച്ചിൽ ചേർന്ന് ഇപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നല്ല നല്ല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. അത്രയും പ്രീമിയം ആയിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഒക്കെ എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് വർത്തി ആയിരിക്കും നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മിസ്സിൻ്റെ പ്രോമിസ് ആണ്. നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതെ ആവില്ല. നിങ്ങൾ ഒരിക്കലും അതോർത്ത് റിഗ്രറ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റം മറ്റൊരു ആറ്റത്തിന്റെ കയ്യിൽ നിന്ന് അയോണിനെ മേടിച്ചുകൊണ്ട് പോവാണ്. ആറ്റത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മുടെ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? സോഡിയം ഇവിടെ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ എ എടുത്താലോ? മഗ്നീഷ്യം കാർബണേറ്റ് മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഒരു സിംഗിൾ കോമ്പൗണ്ട് അവിടെ എന്താ ചെയ്യുന്നത്? പുതിയ പുതിയ ആൾക്കാർ 2 ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയിട്ട് മാറി. അപ്പൊ ഇതെന്താണ്? ഇത് ഏത് റിയാക്ഷനാ? ദിസ് ഇസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം അല്ലെ? ഇനി മൂന്നാമത്തെ എടുത്താൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ആയിട്ട് മാറുന്നു. 2 ആൾക്കാർ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. വിച്ച് മീൻസ് ദിസ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി ലാസ്റ്റ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുകയാണ് ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് റിയാക്ഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മഗ്നീഷ്യം റിബൺ ഈസ് റാപ്ഡ് ബിഫോർ ബേണിംഗ് ബിക്കോസ് ഇറ്റ് ഹാസ് എ കോട്ടിംഗ് ഓഫ്. അതായത് മഗ്നീഷ്യം റിബണിനെ കത്തിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ റബ്ബ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റബ്ബ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇപ്പോൾ മഗ്നീഷ്യം റിബൺ എടുത്താൽ അതിൻ്റെ പുറത്തായിട്ട് ഒരു വൈറ്റ് കളറിലെ പൗഡർ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. മക്കളെ, ആ വൈറ്റ് കളറിലെ പൗഡർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ റിമൂവ് ചെയ്താൽ മാത്രമേ ഇയാൾ വേഗത്തിൽ ബേൺ ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഗിവൺ റിയാക്ഷൻ ആർ കറക്റ്റ്? ഓക്കെ, താഴെ തന്നിട്ടിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അയണും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയണിന്റെ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറും. ഓപ്ഷൻസ് എന്താ? അയൺ മെറ്റൽ ഇസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ആണോ? ശരിയാണോ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഓക്സിജൻ ആണ് അല്ലേ? ഓക്സിജനെ കിട്ടിയാൽ അത് ഓക്സിഡേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കിക്കേ, അയൺ ഓക്സിജനെ കിട്ടിയത് കൊണ്ടാണ് Fe3O4 എന്ന് പറഞ്ഞ അയണിന്റെ ഓക്സിജനായിട്ടും ഓക്സൈഡായിട്ടും മാറുന്നത്. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഇനി അടുത്തത്, വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്. ശരിയാണോ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. നോക്കിക്കേ മക്കളെ, വാട്ടറിന്റെ കയ്യിൽ നിന്നും ഓക്സിജൻ പോയി. അങ്ങനെയല്ലേ? ആ വാട്ടറിന്റെ കയ്യിൽ നിന്നും ഓക്സിജൻ പോകുന്നത് കൊണ്ടല്ലേ അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നത്. സോ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇനി വാട്ടർ ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്, അത് ശരിയാണോ? അപ്പം നമുക്കറിയാം, ആർക്കാണോ റിഡക്ഷൻ നടക്കുക അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ വാട്ടറിന് റിഡക്ഷൻ ആണ് നടന്നത്. സോ വാട്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അല്ല, പകരം ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സോ ഓപ്ഷൻ 4 കറക്റ്റ് ആണ്.
3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സോതെർമിക് പ്രോസസ്സസ്? ഇതിലേതൊക്കെയാണ് എക്സോതെർമിക് റിയാക്ഷൻ? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അല്ലേ. ഫസ്റ്റ് വൺ നോക്കിക്കേ, റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് ക്വിക്ലൈം. മക്കളെ, ക്വിക്ലൈം എന്ന് പറഞ്ഞാൽ ആരാ? കാൽഷ്യം ഓക്സൈഡ്. ഓർമ്മയുണ്ടോ? കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിസ്സിങ് സൗണ്ടൊക്കെ പുറത്തേക്ക് വന്ന് നമുക്കൊരാളെ കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ കിട്ടും. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരുപാട് ഹീറ്റ് കൂടി റിലീസ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്ന് പറയാം. ഇനി ഡൈല്യൂഷൻ ഓഫ് ആൻ ആസിഡ്. മക്കളെ, ഒരു ആസിഡിനെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്യൂബിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ ബോട്ടം റീജിയണിൽ തൊട്ട് നോക്കിയാൽ ഹീറ്റ് അനുഭവപ്പെടും. വിച്ച് മീൻസ് ഡൈല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. ഓക്കെ അല്ലേ. ഇനി ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഇങ്ങനെ ഗ്യാസ് ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ വാട്ടർ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് നേരെ ഗ്യാസ് ആയിട്ട് മാറുക. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ്. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്. ഇനി സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നതാണ് സബ്ലിമേഷൻ. അപ്പോൾ സോളിഡിനെ ചൂടാക്കുമ്പോൾ എന്താ ചെയ്യുക? ക്യാംഫർ എന്താ ചെയ്യുക? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, എന്നിട്ടാണ് അത് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ടാവുക. സോ ഇതും ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്, എക്സോതെർമിക് അല്ല. അപ്പോൾ 1ഉം 2ഉം ആണ് എക്സോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവ് ദ റേഷ്യോ ഇൻ വിച്ച് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ വോളിയം. ഓക്കെ, അതായത് വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് റേഷ്യോയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഏത് റേഷ്യോയിലാ? വാട്ടർ എടുത്തു കഴിഞ്ഞാൽ H2O എന്നാണ് സിമ്പൽ. ശരിയല്ലേ. ഇവിടെ നോക്കിക്കേ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നിട്ടാണ് ഇവിടെ വാട്ടർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഹൈഡ്രജനും ഓക്സിജനും ഇൻ ദ റേഷ്യോ 2:1 ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ 2:1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ട്രൂ? ഓക്കെ, താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, എക്സ്പോഷർ ഓഫ് സിൽവർ ക്ലോറൈഡ് ടു സൺലൈറ്റ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ ടേൺസ് ഗ്രേ ഡ്യൂ ടു അതായത് നമ്മൾ സിൽവർ ക്ലോറൈഡിനെ എടുത്ത് പുറത്ത് വെച്ചാൽ AgClനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഗ്രേ കളറാകും. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് റീസൺ? ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. സിൽവർ ക്ലോറൈഡ് ആയിക്കോട്ടെ സിൽവർ ബ്രോമൈഡ് ആയിക്കോട്ടെ, 2 പേരെയും നമ്മൾ എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റ് എനർജിനെ, സൺലൈറ്റിലുള്ള ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ ബേസിക്കലി സൺലൈറ്റ് എന്ന് എഴുതിയാലും മതി. സിൽവർ ക്ലോറൈഡ് ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് ആരായിട്ട് മാറും? സിൽവറും അതേപോലെ തന്നെ ക്ലോറിൻ ഗ്യാസുമായിട്ട് മാറും. അപ്പോൾ ഈ സിൽവറിന് ഒരു ഗ്രേ കളറാണ്. അപ്പോൾ സിൽവർ ആറ്റം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഒരു ഗ്രേ കളർ ഫോം ചെയ്യുന്നത് എന്ന് പറയാം. സോ ഓപ്ഷൻ 1 ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഗ്യാസ് ഡീകമ്പോസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതും ഓപ്ഷൻ അല്ലേ എന്നൊരു സംശയം വരാം. ഓപ്ഷൻ സി. പക്ഷേ മക്കളെ, ക്ലോറിൻ ഗ്യാസ് ഉണ്ടായത് കൊണ്ടാണോ ഗ്രേ കളർ ഉണ്ടായത്? അല്ല, അത് സിൽവറിൻ്റെ ഫോർമേഷൻ കാരണമാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ഇലക്ട്രിസിറ്റീസ് പാസ് ത്രൂ വാട്ടർ? നമ്മൾ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ടർ അവിടെ സ്പ്ലിറ്റ് ആകും. ഹൈഡ്രജൻ അയണും ഓക്സിജൻ അയോണുമായിട്ട് മാറും അല്ലേ. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസിനെയും ഓക്സിജൻ ഗ്യാസിനെയും ഒക്കെ കിട്ടും. അപ്പോൾ ബേസിക്കലി വാട്ടർ നേരെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ തന്നെ ഓക്സിജൻ ഗ്യാസുമായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഒരു സിംഗിൾ റിയാക്ടൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത്
ഇതാ 2 സിമ്പിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഇത് എന്ത് റിയാക്ഷനാ? ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് തരേണ്ട ഇതുപോലെ ഒരുപാട് MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത് എൻ്റെ കുട്ടികൾ ആരും മിസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.